അക്കിടിപ്പുറം പഞ്ചായത്ത്. അത് ഫുള്ള് പോട്ടെ. പൽസ അപ്പൊ അറ്റുമുക്കിനകത്ത് കറണ്ട് വലിയിരിപ്പുണ്ട്, ഒന്നെടുത്ത്. അയ്യോ എന്നാ പൽസ സിസിലി പറ്റുമൊക്കെ കാണുന്നില്ല. കാണുന്നില്ലേ? ബിഗ് സ്ട്രോബെറി ഇൻ അക്കിടിപ്പുറം. മാത്തൻ ടീ ഷോപ്പിന്റെ പറ്റുബുക്ക് ഈസ് വാനിഷ്ഡ്. ഇവിടെ ചായക്കടക്കാരൻ വത്സൻ ചേട്ടന് എല്ലാരെയും സംശയമുണ്ട്. ഇത് നമ്മുടെ ഗൾഫ് വാപ്പിച്ചല്ലേ? അറബി നാടുകളിൽ വൻ പ്രതിസന്ധി. പ്രവാസികൾ തിരിച്ചു നാട്ടിലേക്ക്. എന്ത് പറയാനാന്നുള്ളത്. ഒരു കാര്യമുണ്ട്, എന്റെ ഒരു നിഗമനം വെച്ച് ഇനിയിപ്പൊ അറബികൾ നമ്മുടെ നാട്ടിൽ പണിക്ക് വരും. എന്തിനു പറയുന്നു? ഇനിയിപ്പം തൊഴിലുറപ്പിൽ കുഴി കുത്തുന്നത് അറബികളായിരിക്കും. അത് നല്ല കാഴ്ചയായിരിക്കും. റോഡ് സൈഡിലേക്ക് അറബികൾ തലയെക്കെട്ടൊക്കെ വെച്ചിട്ട് കുഴി കുത്തുന്നത്. സത്യമാണോ? കേൾക്കല്ലേ? ഉറപ്പായിട്ട് തിരിച്ച് കുഴി കുത്താൻ വരും. കുട്ടച്ചാ മാത്തേച്ചാ, ഈ പറഞ്ഞ കാര്യം സത്യമാണോ? അതെന്ന് ഇപ്പൊ പത്രവാർത്ത അല്ലേ പ്രതിസന്ധി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു അറബിയെ വിളിച്ച് ഈ കടയിൽ നിർത്തണം. അതെ, ബോണ്ട ഉണ്ടാക്കാലോ. അതൊന്ന് ഓർത്ത് നോക്കിയില്ലേ? തല കിട്ടി അറബി ബോണ്ട. അറബിക്കൊക്കെ എത്ര കൊടുക്കേണ്ടി വരും? നമ്മുടെ ഇവിടുത്തെ തച്ച് പാപ്പിനാണത്. എടാ നമ്മുടെ ഗൾഫ് പാപ്പി. പാപ്പി അങ്ങനെ എൻ്റെ നാട്ടിൽ വന്നു. നാടിന്റെ മണം. പാപ്പി മാതാ കുട്ടച്ചാ, പാപ്പി വന്നു. പാപ്പി പോയല്ലേ അല്ല, നിങ്ങൾക്ക് കമ്മാനായിട്ടാ വന്നിരിക്കുന്നത്. ഓക്കെ ഇതെവിടെ അട്ട്? യാ ബേബി, യാ ബേബി, യാ ബേബി. പരിചയമില്ല. പാപ്പി ഞാൻ പിടക്കത്തില്ല. ഇന്നലെ രാത്രി ദുബായിൽ എന്നെ വിളിച്ചല്ലേ, ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ രാവിലെ വരുന്നുള്ളവര്. എന്താ പറയാത്തെ? അത് സർപ്രൈസ് പൊളിയും. ഞാൻ ആരോടും പറയാതെ സർപ്രൈസിന് വേണ്ടി വന്നതാണ്. പ്രത്യേക ഒരു എനർജി എനിക്കുണ്ടാകും. അതായത് ഞാൻ എന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എന്റെ ഭാര്യയും എന്റെ മോളും എന്നെ കണ്ട് ഞെട്ടണം, സർപ്രൈസ് ഉണ്ടാകണം, എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കണം. എന്നിട്ട് ഇത് ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഷൈ ചെയ്യണം. ഇതെല്ലാം ഇപ്പോഴത്തേക്ക് വീഡിയോ ആണ് അല്ലേ? ഫിൽമ. ഇതൊരു ചൂടാ ശരിക്കും പറഞ്ഞല്ലേ. ദുബായിലൊന്നും ഇത്ര ചൂടില്ല കേട്ടോ ചേച്ചാ. ഇത്ര ചൂടില്ല, ഭയങ്കര ചൂടാ ഇവിടെ. 10-12 വർഷമായി ഞാൻ ഇവിടുന്ന് പോയിട്ട്. ഇപ്പോഴും ഒരു മാറ്റം. എടാ വത്സ, എടാ കുറച്ച് കാശ് മുടക്കി കടയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഒരു AC ഒക്കെ ഫിറ്റ് ചെയ്യടാ. AC യോ? എന്റെ പൊന്നു പാപ്പി, അതിലുള്ള ബോണ്ട കച്ചവടം ഈ കട നടക്കുന്നില്ല. ഞാൻ പിന്നെ പറഞ്ഞ ഒരു ഫാൻ മേടിച്ചു പോയി. അപ്പൊ എന്നോട് പറയാ വെള്ളത്തിൽ 2 ഓട് പൊളിച്ചേരാ, നല്ല കാറ്റ് കിട്ടുള്ളൂ. അതൊന്നും നടന്നില്ല. അവസാനം ഒറ്റ മാർഗുള്ളൂ. അങ്ങ് വീശ്. സർവീസ്, ബാഡ് സർവീസ്, ബാഡ് സർവീസ്. ഇന്നത്തെ പത്രവും വലിച്ചു. എന്ത് ചെയ്യുമെന്ന് പറ. അല്ല അതെ മാതാ, എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്യണം. എന്താണ്? ഞാൻ ഈ വീട്ടിൽ കയറി ചെല്ലുമ്പോ എന്റെ ഭാര്യയും മക്കളും മോളും വരുമെന്ന് പറഞ്ഞല്ലേ, നേരത്തെ സർപ്രൈസ്. അപ്പൊ അതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് നല്ലൊരു ക്യാമറമാനെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ക്യാമറമാനെ വെളിയിൽ അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്റെ മോൻ സെബാസ്റ്റ്യൻ ഉണ്ട്. അവ 27 മണിക്കൂർ ഈ ഫോണിൽ തോണ്ടി കളിക്കൊക്കെ അല്ലേ. മോൻ ചെയ്യുവോ? പിന്നെ അവന് വേണ്ടിയാ. പിന്നെ അവൻ ഇതിന്റെ പരിപാടിയല്ലേ. ഓക്കെ ആയിക്കോട്ടെ. ഒരു ചായക്കത്തെ ഒരു 50 ഗ്രാം കുങ്കുമപ്പൂ ഇട്ട ഒന്ന് ബ്ലാമ്പി ഒരു കോഴിപ്പോട് കൂടി തന്നേ. ഞാൻ രാവിലെ ദുബൈയിൽ ഇതാണ് കുടിക്കാറ്. കുങ്കുമപ്പൂ ഇഞ്ചി ചതച്ചിട്ട് തേയില വെള്ളത്തിൽ ഇട്ട് തരാം. അതേ ഉള്ളു ഇവിടെ. അതേ ഉള്ളു. യു മീൻ ജിഞ്ചർ? ആ, ബട്ട് എ ബാഡ് സർവീസ്. ബാഡ് സർവീസ്. How many dirhams of these items? കേട്ടില്ലേ? How many dirhams of these items? ദിറംസോ? കട്ടൻ ചായ 10 രൂപ. ഇന്ത്യൻ റുപ്പീസ്. 10 rupees. ഇന്ത്യൻ റുപ്പീസ്. ഞാൻ ശരിക്കും പറഞ്ഞ ദുബായ് ആണെന്ന് വിചാരിച്ചു പോയി. പൈസയുടെ കാര്യങ്ങളൊക്കെ പുള്ളിയാ ചെയ്യുന്നത്.
ജിഞ്ചർ ചായ. ആദ്യം വന്നപ്പോ തന്നെ മടുപ്പിക്കേണ്ട കാര്യമുണ്ട്. എന്താ ഇപ്പൊ കൊടുക്കേണ്ട കാര്യം എന്തോ? ആ പുള്ളി പറഞ്ഞിട്ടല്ലേ കൊടുത്തത്? അല്ല ഇപ്പൊ കൊടുക്കണ്ടായിരുന്നു, പിന്നെ കൊടുത്താൽ മതിയായിരുന്നു. വന്ന ഉടനെ തന്നെ ഗൾഫിൽ നിന്ന് അതെ, വന്നല്ലേ. ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെ നമുക്ക് ക്യാമറമാനെ കിട്ടുന്ന കാര്യം. ക്യാമറമാൻ സെബാസ്റ്റ്യൻ ഓക്കെ അല്ലേ എന്റെ പോയി? അവൻ തന്നെ വീഡിയോ എടുപ്പും റീൽസും ഞാൻ പറഞ്ഞില്ലേ, അവൻ സെറ്റാണ് അവൻ. അല്ല, എനിക്ക് വീട്ടിൽ കയറണം, നമുക്ക് ഇപ്പൊ തന്നെ പോയി ഒന്ന് സെറ്റ് ചെയ്ത. അപ്പൊ അവരെ കാണാം. അപ്പൊ വാ, ബാബി വാ. അപ്പൊ പെട്ടി ഇവിടെ വെച്ചു. അപ്പൊ അച്ഛാ ഓക്കെ. വാ. പെട്ടി എടുക്കണ്ട. മത്സാ ഞാൻ പറഞ്ഞു വെട്ടി വിടുവോ ചങ്ങനെ? അവിടെ വയ്ക്ക്. വെട്ടി ഒന്ന് സൂക്ഷിച്ചോട്ടെ, എവിടെയും ഒന്ന് ഞാൻ പിന്നെ എടുത്തോളാം. കുട്ടച്ച കട അടച്ചക്കട്ടെ കുട്ടച്ച. യാ ബേബി, യാ ബേബി. എന്റെ പൊന്ന് ഡാർലിങ്, ഞാൻ നീ ആ പച്ച ചുരിദാർ ഇട്ടോണ്ട് വരുന്ന കണ്ടപ്പോഴത്തേക്കിന് എന്റെ ഹേർട്ട് സ്കിപ്പായി പോയതല്ലേ, ഷോക്കായി പോയി. ആ ഞാൻ ഫോട്ടോ എങ്ങനെ അയച്ചതാ കണ്ടത്. ഇപ്പൊ അയച്ചാ ഉച്ചക്ക് ഇപ്പൊ എന്താ പ്രശ്നം? രാവിലെ ഏതാ പെണ്ണുങ്ങളായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവരിതല്ലേ ഞാൻ വിളിക്കാം. 3 കൊടുവള്ളികൾ വരുന്നുണ്ട്. സവാഷ്യമോനാ, അല്ല നമുക്ക് പോണ്ടേ മറ്റേ പയ്യനെ കാണാൻ. ആളെ മനസ്സിലായി ഇല്ല? ഞാൻ പാപ്പിച്ചാൻ, ദുബായ് പാപ്പി. വലിയ എഞ്ചിനീയറാണ്, നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ് പുള്ളി. ഹലോ. കാര്യം പറഞ്ഞു. ഞാൻ ദുബൈയില് എനിക്ക് 100-500 ബംഗാളികൾ ജോലി ചെയ്തോണ്ടിരിക്കുക. അവരിവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വിസിറ്റിങ്ങിന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഓ അങ്കിൾ ദുബായിയാ? ദുബായ് അത് മൊത്തത്തിലേ ഈ ഒരു ലുക്കൊക്കെ ഉണ്ട്, ഈ മൊത്തം നല്ല ഡ്രസ്സിങ് സെൻസ്. ഈ നട്ടപ്പരി വെയിലത്തും ചൂടത്തും ഒക്കെ ഈ പളവള ഷർട്ട് ഫുൾ കൈ ഒക്കെ ഇട്ടിരുമ്പോഴേ നല്ല പ്രീമിയം ദുബായ് ഊതിന്റെ മണം. ഊതാണോ ഊതാണോ? ഊത് എന്ത് വന്നു പറഞ്ഞു കൊടുക്കുക. പിന്നെ അതായത് പുള്ളി ഇവിടെ വന്ന വിവരം വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. അപ്പൊ അവർക്കൊരു സർപ്രൈസ് അതെ അത് കൊടുക്കണം. നമ്മൾ ഈ മൊബൈലിലേക്ക് കാണത്തില്ലേ, അപ്പൊ അതൊന്നൊരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ആ ഗ്രാമത്തിൽ നിരണം. ഇൻസ്റ്റാഗ്രാം അപ്പൊ ഒന്ന് വൈറലാവുമല്ലോ, അപ്പൊ വീട്ടുകാർ ഞെട്ടൂല്ലോ. അതിനു വേണ്ടിയാണ് മോനെ ന്യൂസ്. ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പോഴത്തെ മറ്റേ ഈ സർപ്രൈസ് വീഡിയോ മോൻ ചെയ്തല്ലേ കിടപ്പട്ടെ കാണിച്ചു നോക്കട്ടെ. ഇത് ഇതുപോലെ ഉണ്ടോ, കാനഡയിൽ നിന്ന് ഭർത്താവ് വന്ന് ഭാര്യയെ ഞെട്ടിക്കുന്ന 10 മില്യൺ അതിന് കയറിയത്. ഇത് പൊളിക്കും, അടിപൊളിയായിരിക്കും. ഇത്ര എന്ന് വെച്ചാൽ 1 കോടി. 1 കോടി ഉണ്ടല്ലേ? പിന്നെ അപ്പൊ നമുക്കതൊരു 1.5 കോടി പിടിക്കണം. അത് പിടിക്കാം. പക്ഷെ പ്രശ്നമുണ്ട്, നമ്മൾ ഇത് കോപ്പി അടിക്കുമല്ലേ, അപ്പൊ ഇത് കോപ്പിറൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ കേസാവും. അങ്ങനെ അങ്ങനല്ലേ? അല്ല, കേസ് ദുബൈയിലാണെങ്കിൽ ഞാൻ പൊന്നുപോലെ എടുത്ത് കളയും. പക്ഷെ ഇവിടെ അല്ലല്ല, അക്കടി പുറത്തായത് കൊണ്ട് ഇല്ല ഇവിടെ തീർക്കാൻ പറ്റില്ലേ? അതിനൊരു ഓപ്ഷൻ കാണും. അതൊക്കെ നമുക്ക് തീർക്കാം. ഇത് കിട്ടാൻ എന്ത് കാശ് കൊടുക്കേണ്ടി വരും ഇവനെ കോപ്പറേറ്റ് കിട്ടാൻ? ഇത് നമ്മളെ കോപ്പിറൈറ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അതൊരു 1000 രൂപയോ അതെങ്കിൽ തന്നാ മതി. അത് 1000 ദിർഹം അല്ല, 1000 റുപ്പി ഇന്ത്യ. ഇന്ത്യൻ റുപ്പി? റുപ്പീസ്. ഇന്ത്യൻ റുപ്പി? 1000 രൂപ. ഓക്കെ, പറഞ്ഞാൽ മതി. ചില ഇങ്ങനെ ഇട്ടോണ്ട് നടന്നോണ്ടിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല കൈ, ഒട്ടക്കയ്യാ, കാശ് പോവും. അതെ. അപ്പൊ ഇത് ഒരു പണി ചെയ്യാം, ഞാൻ ഇതിന്റെ പരിപാടി സ്പീഡപ്പ് ആക്കാം. നമ്മുടെ മറ്റേ ബിനീഷ് അത് കാണാം. അല്ല അതൊക്കെ വെച്ച് ഞാൻ set ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ എടുപ്പും ബാക്കി ഷൂട്ടിംഗ് പരിപാടി എല്ലാം നമ്മുടെ വീട്ടിൽ ഓക്കെ അല്ലേ? എന്ത് നമ്മുടെ വീട്ടിൽ? അയ്യോ, അത് പിന്നെ വീട്ടിൽ നിന്ന് നല്ല നാടൻ ഊണ് സിസിലിയുടെ വക. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് ദുബൈയിൽ നിന്ന് വന്നോട്ടെ അവിടുത്തെ ഭക്ഷണമായിട്ട് എനിക്ക് കൊളാബറേറ്റ് ആയി വരാൻ വേണ്ടി എനിക്ക് കുറച്ച് ഈ കുഴിമന്തി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കഴിക്കണമെന്നുണ്ട് ഹോട്ടലിൽ നിന്ന്. അപ്പൊ അവിടെ കുഴിമന്തി ആയിരുന്നു? അവിടെ കുഴിമന്തി ആയിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ പാപ്പി, അവിടെ സ്ഥിരം കുഴിമന്തി അൽഫാമൊക്കെ കഴിച്ചോണ്ടിരിക്കുന്ന പാപ്പി ഇവിടുന്ന് നാടൻ ചോറും ചിക്കൻ കറിയും സിസിലി വെച്ചേക്കുന്ന നാടൻ കോഴിക്കറി? നാടൻ കോഴിക്കറി ഇഷ്ടമല്ല? ഇഷ്ടമാണ്. ഇപ്പോഴാണ് എനിക്ക് എന്റെ പഴമയിലേക്ക് പോയത്. യു വിൽ ഗ്രേറ്റ്. ഓക്കെ, താങ്ക് യു. പോയാലോ? അതെ. ഓക്കെ, കമാ. അപ്പം വീഡിയോ ഓക്കെ തരാം ഞാൻ. 500 ഒരു 3 കോപ്പിറൈറ്റ് കൂടെ മേടിക്കും. വിനീഷേ, 3 വീഡിയോ എടുക്കാനുണ്ട്. എന്റെ കർത്താവ്, എനിക്കൊന്നും അറിയാൻ മേല. ഈ മാത്തച്ഛന് ഇത് എന്നാത്തിന്റെ തൂക്കേടാ. ഒരാളെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുമ്പോൾ ഇവിടെ എന്തേലും വെച്ചിട്ടുണ്ടോ, എടി കറി വെക്കാനുണ്ടോ എന്നൊരു വിളിച്ചൊരു അന്വേഷണം. അതെങ്ങനെ ഉത്തരവാദിത്തം വേണ്ടേ? ഞാൻ ജസ്റ്റ് ഒന്ന് എന്നോട് പറഞ്ഞാൽ പോലെ ഞാൻ എന്തേലും ഒന്നും ഉണ്ടാക്കൂലേ. അപ്പനും കണക്കാം മോനും കണക്കാം, ഇങ്ങനെ പറയിപ്പിക്കാനായിട്ട് മെമ്പർന്ന് പറഞ്ഞ് നടക്കുക. ഞാനാണെങ്കിൽ ആ മോളെ മേടിച്ചിട്ട് കറി ചോദിച്ചിട്ട് സമയത്തിലേ അവളെയാണെങ്കിൽ കാണുന്നുണ്ട്. എൻ്റെ കർത്താവേ, ഞാനാണെങ്കിൽ ചോറ് വിളമ്പുകയും ചെയ്തു.
മൊത്തം നാണക്കേടും. എന്റെ മോളിമ ഒന്ന് പെട്ടെന്ന് വന്നേ. വന്നേ ടെൻഷൻ അടിക്കുന്നേ? എടി ഞാനാണെങ്കിൽ ചോറ് വിളമ്പി വെച്ച് ഈ മാത്തശ്ശ എന്നടി വട്ടാണോ? ഒരാള് വീട്ടിലോട്ട് വിളിച്ചു വരുമ്പോ എന്തേലും ഇവിടെ ഉണ്ടോന്ന് അന്വേഷിക്കണ്ടേ? ഞാനാണെങ്കിൽ ഇച്ചിരി മോര് കറിയും ചോറ് മാത്രമേ ഉണ്ടായിരുന്നു, അതങ്ങ് വിളമ്പി വെച്ച് കൊടുക്കുകയും ചെയ്തു. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ആ പാപ്പിയല്ലേ വന്നേക്കുന്നേ? ആ നിനക്ക് അറിയോ? പിന്നെ എനിക്കറിയത്തില്ല. പാപ്പി ആരാന്നാ നിന്റെ വിചാരം? ഞങ്ങളുടെ വീട്ടില് കക്കൂസ് കുഴി കുത്താൻ വന്നില്ലേ, അന്നേരം മേസ്തിരി പണിക്ക് വന്നതാ ഈ പാപ്പി, അല്ലാതെ എഞ്ചിനീയർ ഒന്നും അല്ല. ആണോ? ആ ഇലക്ഷൻ എന്തോ ഫണ്ട് കിട്ടുമെന്നും പറഞ്ഞ് മാത്തച്ചായൻ വിളിച്ചോണ്ട് വന്നതാ. എടി എന്നതാ കറി? ഫണ്ട് കിട്ടുവേ, കോഴിക്കറി ഫണ്ട് കിട്ടും. ഇത് എവിടുന്നോ കുറച്ച് കാശും കൊണ്ടാവും വന്നേക്കുന്നത്. അല്ല കള്ളപ്പണോ വല്ലോ ആണോ എന്തോ അതൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. അതൊന്നും എനിക്കറിയാം. അവിടെ ഇച്ചിരി കോഴിക്കറി ഇരിപ്പുണ്ട്, അത് ഞാൻ എടുത്തു. എനിക്ക് ഇച്ചിരി വിളമ്പി കൊടുക്കാം. നീ 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 വിളമ്പിക്കോ, നടക്ക്. ഞാനാ എനിക്ക് അതിന്റെ മുഖം കാണേ വേണ്ട. സിസിലി വിളമ്പിക്കൊടു. നമ്മുടെ പാപ്പിച്ചായല്ലേ വിളമ്പ്. ഇത് ആ മനോഹരമായ കൈകൊണ്ടൊന്ന് വിളമ്പിയാൽ ഇതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. കഴിച്ചു കേട്ടോ, നല്ല നാടൻ ചിക്കനാ കേട്ടോ. നാടൻ ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, വേണമെങ്കിൽ പറയാം. ചിക്കൻ ശകലം കരിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഇല്ലേ? അയ്യോ ശരിയാ, കരിഞ്ഞിട്ടില്ല. ഇത് വെച്ചോട്ട് തോന്നിയതാ. കറി കൊടുത്തേ. എങ്ങനെയുണ്ട് സിസിലി? സാധ്യ ഭക്ഷണം സിസിലി സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. അതെ അതെ. ഇത് ദുബൈയില് ഷേക്ക് ഒക്കെ ഉണ്ടാക്കി തരുന്ന അതേ രുചി, അതേ ടേസ്റ്റാ. അസാമാന്യ കൈപുണ്യ. നല്ല ഫീലാ. നല്ല കടിച്ചു വരിച്ച അങ്ങോട്ട്. ഞാൻ ഇതിന്റെ ആളാ. പിടിച്ചോ ഇത് പിടിച്ചോ. ദുബായിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റോസ് അത്തർ എന്ന് പറയും. ഇത് ദുബായ് മാളിൽ നിന്ന് വാങ്ങിക്കുക. എൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ്. ഇരിക്കട്ടെ. ഇത് ഞങ്ങളുടെ അറബിയാണല്ലോ, ഇത് പൂരം വരട്ടെ. നല്ല മണമാണ്. അവിടുത്തെ ഭാഷയായിരിക്കും. അതായത് ശകലം പെട്ടി കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് ഈ മണം പോകത്തില്ല, ഈച്ച ഉറക്കുന്ന മാറത്തില്ല. പപ്പൻ ചേട്ടാ ഇത് വേണ്ടായിരുന്നു. പപ്പൻ ചേട്ടാ ഞാനേ വൈകുന്നേരം ചായക്ക് പഴംപൊരി ഉണ്ടാക്കി വെക്കുന്നുണ്ട്, അപ്പൊ അതും കൂടി കഴിച്ചിട്ട് പോയാ മതി. പഴംപൊരി ഉണ്ടോ? പഴംപൊരി എള്ളിട്ട പഴംപൊരി അതിന്റെ ആളാണോ? എന്താ വേണ്ടെന്ന് കൊടുക്കേ. ഞാനേ അടുക്കളോട്ട് പോവാണേ, പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ട് വരാം. ചോദിക്കാതെ തന്നെ എടുത്ത് കഴിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്ത് ചോദിക്കും? പിന്നെ പഞ്ചായത്തിന്റെ എടാ മന്ദബുദ്ധി മോശം വരികയില്ലേ? പൈസ പൂത്ത പണോട് ചോദിച്ചു. പാപ്പി അടുത്ത മാസേ പഞ്ചായത്ത് ചിക്കൻ മതി. ഓ വലിയ അല്ലേ? കഴിച്ചു വരിച്ച് എന്നാ ഇത് ടേസ്റ്റാ ഇത്. അടുത്ത മാസേ പാപ്പി മഞ്ഞക്കറി ഒഴിച്ചേ. പാപ്പിയേ അടുത്ത മാസേ പഞ്ചായത്തിലെ ഇനി ഒഴിക്കാനൊന്നുമില്ല. ഇത് കേക്ക് ഇഷ്ടമല്ലേ പാപ്പി? അടുത്ത മാസേ പഞ്ചായത്ത് ഇലക്ഷൻ. അടുത്ത മാസം പഞ്ചായത്ത് ഇലക്ഷൻ വരുവാണ്. അവിടെ കുറച്ച് ഫണ്ട് ആവശ്യമുണ്ടേ. പൈസ സ്പോൺസർ ചെയ്യാവോ? ഒരുപാട് ഫണ്ടിന്റെ ആവശ്യമുണ്ട്. ഞാൻ പാപ്പിച്ചായിൽ നിന്ന് നല്ലൊരു ഫണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ, ഞാൻ ദുബൈയിൽ നിന്ന് കുറെ ഡോളേഴ്സൊക്കെ കൊണ്ടുവന്ന. അപ്പം കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ മണി ആകണമെങ്കിൽ കുറേ താമസം പിടിക്കും. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാം. കേട്ടോ, ഞാൻ ഉണ്ടല്ലോ ഇവിടെ, പാപ്പിയല്ലേ ഉള്ളത്. അല്ല കാലതാമസം വരുന്നത് കുഴപ്പമില്ല. കാലതാമസം വരുന്നുണ്ടേ കുഴപ്പമില്ല. ഈ താമസിച്ചാലും ഫണ്ട് അനുവദിച്ച് കിട്ടിയാൽ മതി. പിന്നെ ഞാൻ ഇവിടെ അക്കടിപ്പുറത്ത് ജയിച്ചു കഴിഞ്ഞാൽ ഒരു വിദേശകാര്യ വകുപ്പ് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ മെമ്പറായിട്ട് പാപ്പിയെ ഞാൻ ഉദ്ദേശിക്കുന്നേ. മെയിനായിട്ടേ
വിദേശകാര്യ വകുപ്പിന്റെ മെമ്പറായിട്ട് ഉറപ്പാണ് നടത്തും. പറയുന്നത് സത്യമാണോ? സത്യം സത്യം ഉറപ്പായിട്ടും. പണ്ട് നോക്കട്ടെ, നമുക്ക് വേണ്ട വിധം കാര്യം ചെയ്യാൻ പണം വന്നോട്ടെ. പേടിക്കാരി കേട്ടോ. ജിസിന് പോയാൽ അതിന് മതിയല്ലോ. ഒന്നും വേണ്ട, ചോദിക്കരുത്. ചോറ് ഇച്ചിരി ഇടാണ്ട്. ചോറി സമയം എടുക്കൂല. മതി മതി. ശരിക്കും പറഞ്ഞ ദുബായിലേ ഈ ഒട്ടകത്തിന്റെ ഇറച്ചിയും കൽക്കം പോലത്തെ കോഴിയില്ലേ, അതിന്റെ കഴിച്ച് കഴിച്ച് മടുത്ത് കിടക്കുക. ജസ്റ്റ് ഒരു വന്നപ്പോ ഒരു നാടൻ കോഴി കിട്ടിയപ്പം ജസ്റ്റ് ഒന്ന് പിടിച്ചു. അത്രേ. ഇഷ്ടപ്പെടുത്തല്ല ആ എല്ലാം കിടന്ന് പിടിച്ച പിടുത്തം. അതിന് ഒട്ടകമൊക്കെ കഴിച്ചിട്ടല്ലേ? അതെ അതെ, നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കണം. അതാണ് ശരി. നമുക്ക് പിന്നെ ഞങ്ങളെ വേറെ കാര്യമുണ്ട്. നമുക്ക് ആദ്യം ഇത് അവിടെ വീട്ടിൽ ചെല്ലുന്നതിന് റിഹേഴ്സൽ ഇവിടുന്ന് നമുക്ക് നടത്താൻ. നമുക്ക് നോക്കിയേക്കാം. ജസ്റ്റ് മിനിറ്റ് മാറിക്കേ, ഒന്ന് മാറിക്കേ. എന്ത് കഷ്ടമാണെന്നല്ല ചോദിക്കും. ഇവിടുന്ന് പോയതുപോലെ പോയതുപോലെ കഷ്ടം. എന്താണ് ഇത് ശരിയല്ല. ഇത് വെള്ളം വീണ്ടും കുതിർന്ന് ഇടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. ഞാൻ മാത്രം ഇവിടെ മാത്രമാണ് ഞാൻ പറഞ്ഞിരുന്നു ഇത് തേക്കണമെന്ന് പറഞ്ഞ തേച്ച്. ഇതെന്ത് തേപ്പാ ഇത്? ശരിക്കും പറഞ്ഞാൽ ഇത് എന്റെ കാഴ്ചപ്പാടിൽ ഇത് 6 ചട്ടിക്കകത്ത് 1 ടീസ്പൂൺ സിമെന്റ് ഇട്ടിട്ടുള്ളൂ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും അങ്ങനല്ല, കട്ടിക്ക് വേണമെങ്കിൽ 3 ചട്ടിയിൽ മണ്ണിനകത്ത് 1 ചട്ടി സിമെന്റ് ഇട്ട് നന്നായി ബ്ലാഞ്ച് എടുത്ത് വേണം ഇത് ചെയ്യാൻ. അതായത് നമ്മളിങ്ങനെ സാധനം ഇതിങ്ങനെ കോരി ഇങ്ങനെ എടുത്തിട്ട് കൈ ഉപയോഗിച്ചുള്ള ഇതിനെ ഇങ്ങനെ വെച്ച് തേച്ചങ്ങ് പിടിപ്പിക്കണം. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. തേച്ചെടുത്ത് എന്നിട്ട് പരിപ്പടിച്ച് വെച്ചേക്കണം. ഇതാണ് കളിക്കേണ്ടത്. അല്ല, ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. എന്താ ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത്? അപ്പേ നീ ഗൾഫിൽ വലിയ എഞ്ചിനീയർ എന്നല്ലേ പറഞ്ഞു? നീ ഇതൊന്നും മറന്നിട്ടില്ലേ? ഇപ്പോഴും ചെയ്യൂ? അല്ല, ഞാൻ ഈ ദുബൈയിൽ ഒരുപാട് സ്ട്രെച്ചർ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ബേസിക്കലായിട്ട് ഇത് പഠിച്ചിരിക്കണം. അതാണ് എൻ്റെ. ഞാൻ പ്രാക്ടിക്കലാണ് കൂടുതൽ ചെയ്തിങ്ങനെ വന്നത്. ഇവന്റെ കൈവഴം കണ്ടേ ഇവന് ഗൾഫിലെ മെഡിക്കാട് പണിയാന്ന് തോന്നുന്നു. പറയരുത്. അവൻ ഉറപ്പായിട്ട് മെയിൻ എഞ്ചിനീയർ ആണ്, കണ്ടറിയാം നമുക്ക്. അതാണ് നമുക്ക് റിഹേഴ്സൽ ചെയ്യാം. അപ്പൊ അങ്കിൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്നറിയോ? അങ്കിള് നേരെ ആ പെട്ടിയായിട്ട് വരിക. വലിയ പെട്ടിയില്ല കയ്യിൽ ഉണ്ട്. അതുമായിട്ട് വന്നിട്ട് നേരെ ആ പെട്ടി കയ്യിൽ നിന്ന് താഴോട്ട് അങ്ങിടുക. എന്നിട്ട് ഭാര്യയെ നോക്കുക. എന്നിട്ട് പൊട്ടിക്കരയാ. കാണിച്ചു കൊടുത്തേ. അതാണെങ്കിലേ ഈ പെട്ടിയായിട്ട് ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് വരുന്നു, ഭാര്യയെ കാണുന്നു, യാന്ത്രികമായിട്ട് പെട്ടി താഴെ ഇടുന്നു. ആ സാധനം കേട്ടോ. ഇതെന്തുവാടാ? ഇതാണ് ഭാര്യ കണ്ട് ഇതെങ്ങനെയാണ്? താങ്കളുടെ ഭാര്യയല്ലേ, എന്റെ ഭാര്യ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാനിങ്ങനെ കരയുമ്പോ എന്റെ ഭാര്യ തിരിച്ചു കരയുമായിരിക്കുമല്ലോ? ഭാര്യയില്ല, നാട്ടിൽ മൊത്തം കരയും. കരഞ്ഞോളും. അതുകൊണ്ട് അങ്ങനെ കരയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വരുന്നു. ഈ പെട്ടി താഴെ വെക്കുന്നു. ഭാര്യ ഓടി വരുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഞാൻ പട്ടിയെ പോലെ മൂങ്ങുന്നു. അങ്ങളെ ഇത് തൂക്കും, വൈറലാവും. അപ്പൊ നമുക്ക് ചെയ്താലോ? സൂപ്പറായിരുന്നു. നീ ഇടയ്ക്ക് ഡ്രസ് മാറാൻ പോയല്ലേ? ഞെട്ടി പെണ്ണുമ്പളേ വീട് വിളിക്കുക. ഇവിടെ ആളുണ്ടല്ലോ. മോനെ എന്താ പറഞ്ഞത്? എങ്ങനെയാണ് അങ്ങളെ? അതെ, ഇവൻ ലൈവ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആക്ഷൻ പറയുമ്പം അങ്കിളിന്റെ കരച്ചിൽ കേട്ട് അകത്തുള്ള ചേച്ചിയും അമ്മയും ഇറങ്ങി വന്ന് ഗേറ്റിന് ഇവിടം വരെ വരണം. അങ്ങനെ കരയണം. ലൈവ് ഓണല്ലേ? ലൈവ് ഓണാ. അപ്പൊ നിങ്ങൾ ഫ്രെയിമിലാണ് കേട്ടോ. അതിന്റെ ഫ്രെയിമിലുണ്ടോ? പറയുന്നാലും മതി. അപ്പൊ ലൈവ് തുടങ്ങാൻ പോണം. ആക്ഷൻ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ അക്കിടിപ്പുറത്തിന്റെ സുൽത്താനായ നമ്മുടെ ഗൾഫ് പാപ്പി നാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഒരു സർപ്രൈസ് വിസിറ്റ്, ആ ഒരു മൊമെന്റ്, ആ ഒരു ഇമോഷണൽ മൊമെന്റ് നമ്മൾ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഓക്കെ ബാബി ചായ കണ്ടിന്യൂ. ഓക്കെ, വിളിക്കാം. നിന്റെ പപ്പുശായ വന്നേ. അതെ, അത് ഗേറ്റ് തുറക്കാം. ഗേറ്റ് തുറക്കാൻ മോളെ സുലു ഗേറ്റ് തുറക്ക്. ഞാൻ സാധനം ഇവിടെ നിന്ന് വിളിക്കാറില്ല. അവർ ഓടി ഇവിടെ വരും. ജോലിയിലൊക്കെ ആയിരിക്കല്ലോ. കഥ തുറക്കാം. സുലു മോളെ, അമ്മച്ചേ, ഇത് എവിടെ പോയി കിടക്കുന്ന കഥ തുറക്ക.
തുറക്കും തുറക്കും എടി, കഥ തുറക്കണേ. ദേ, ഹലോ അല്ലേ എടീ, ഈ ശോശ കഥ തുറക്കടി. അല്ല അമ്മച്ചി, പാപ്പിയായി പാപ്പി വന്നു. പാപ്പി അവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ദാണ്ട ഗേറ്റ് കൂട്ടിട്ടേക്കോ എവിടെ? അയ്യോ അയ്യോ, പൂട്ട് കിടക്കുന്നു. ഗേറ്റ് പൂട്ടിയിട്ട് പുറത്തെങ്ങോട്ടെങ്കിലും പോയായിരുന്നോ ഞാൻ പുറത്തുനിന്നല്ലേ വന്നത്. അല്ല ഇവര് പുറത്തെങ്ങോട്ടെങ്കിലും പോയാലോ അറിയില്ല. അയ്യോ, അറിയില്ല. ആ പാപ്പിയെ നീ എപ്പോഴാ വന്നേ? ഓ, ആ വിളിച്ചാ ഞാൻ 2 മണിക്കൂറായി വന്നിട്ട്. ഇവര് ഇവിടെ ഇല്ല, ആരും ഇല്ലേ? അവര് കുട്ടിക്കാനത്ത് ഒരു കല്യാണത്തിന് പോയേക്കുവാ. എടാ നീ വരുന്ന കാര്യം അവരോട് പറഞ്ഞില്ലായിരുന്നോ? അല്ല, ഒരു സർപ്രൈസിന് വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞില്ലായിരുന്നു. എന്നാലും ഒന്ന് അറിയിക്കണ്ടായിരുന്നല്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? ലൈവ് പോയല്ലേ? ലൈവിന് കട്ടായി ഇനി അത് എല്ലാരും അത് കാണുമല്ലോ, എന്നെ കാണുമോ? എന്ത് നമ്മളത് പറയാതെ പോക്കണം. എന്നാ ഒരു എന്റെ കർത്താവേ എന്റെ വിദേശകാര്യ വകുപ്പും പാർട്ടി ഫണ്ടും എല്ലാം കുട്ടിക്കാലത്ത് പോയില്ല. എന്റെ സിസിലിയുടെ ചിക്കൻ കറി ഞാൻ വെറുതെ കളഞ്ഞില്ലേ, അത് മാറി വലിച്ചടിച്ചളഞ്ഞു. ഞാനിപ്പോ അവിടെ പോകും. ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് നമ്മുടെ വത്സന്റെ ചായക്കട കിടക്കും. പിന്നെ കൊതുകടിയുണ്ട്. ആ കോട്ടില്ലേ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന അതും കിട്ടാൻ മതി. അത് മതി നാളെ കട അല്ലെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വരണമായിരുന്നു. മോങ്ങുന്നു എന്റെ ചേട്ടാ, എല്ലാം എന്റെ ചേട്ടാ. അക്കിനിപ്പുറം